ഹലോ ഗൈസ്, 2022 ഇറങ്ങിയ കാന്താരയുടെ പ്രീക്വലാണ് കാന്താര ചാപ്റ്റർ 1. ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഹോംബാല ഫിലിംസ്. സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ ഋഷഭ് ഷെട്ടി. അഭിനേതാക്കൾ ഋഷഭ് ഷെട്ടി, ജയറാം, പിന്നെ കന്നഡയിലുള്ള കുറച്ച് ആക്ടേഴ്സാണ്. ഇതിന്റെ റണ്ണിംഗ് ടൈം 168 മിനിറ്റ് ആണ്. ഇതിന്റെ ബഡ്ജറ്റ് ഏകദേശം 125 കോടി എന്നാണ് അറിയാൻ സാധിച്ചത്. ഇത് ഒരു കന്നഡ മിത്തോളജിക്കൽ ആക്ഷൻ ഡ്രാമ ഫിലിമാണ്. ഈ ഫിലിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് ഫസ്റ്റ് ഹാഫ് ബിലോ ആവറേജ്, സെക്കൻഡ് ഹാഫ് എബോ ആവറേജ്, പിന്നെ ക്ലൈമാക്സ് നല്ല ഹൈ ആയിട്ടുണ്ട്. 100% കൊടുക്കാവുന്നതാണ്. ഋഷഭ് ഷെട്ടിയുടെ അഭിനയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആ ട്രാൻസ്ഫോർമേഷൻ നമുക്കറിയാം. കാന്താര അതിലെ ലാസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യയിൽ അദ്ദേഹത്തിന് മാത്രമേ, ഇന്ത്യൻ നടന്മാരിൽ അദ്ദേഹത്തിന് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. അതുപോലെ ഇതിൽ 3-4 പ്രാവശ്യം അങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ആ അഭിനയത്തിന് അദ്ദേഹത്തിന് 100 മാർക്കും കൊടുക്കാവുന്നതാണ്. മറ്റ് ഒക്കെ നോക്കുമ്പോൾ ഒരു ആവറേജ് അഭിനയം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. മറ്റ് നടന്മാരെല്ലാം ഒരു ആവറേജ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ചിലപ്പോഴൊക്കെ ഓവർ ആക്ടിങ് ആയിട്ടുണ്ട്. ഇതിൽ ഫോറസ്റ്റ് സീനുകൾ ആണ് കൂടുതലുള്ളത്. അത് കണ്ടപ്പോൾ എനിക്ക് ഈ കങ്കുവ, സൂര്യയുടെ കങ്കുവാനെ എനിക്ക് ഓർമ്മ വന്നത്. അതായിട്ട് ഏത് സിമിലാരിറ്റി ഉണ്ട്. ഇതിൽ ഫോറസ്റ്റ് ഫൈറ്റ് നമുക്കറിയാം, എല്ലാം റോപ്പ് ഉപയോഗിച്ചുള്ള പരിപാടിയാണ്. അത് കുറേയൊക്കെ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ലാഗടിച്ച് അല്ലാത്ത ഫൈറ്റുകളുണ്ട്, യുദ്ധമൊക്കെ കാണിക്കുന്നുണ്ട്. എന്താ പറയാൻ, നമ്മൾ ഈ ബാഹുബലിയും RRR കണ്ടപ്പം, രാജമൗലിയുടെ ഫിലിം കണ്ടതിന് ശേഷം ഈ യുദ്ധമൊക്കെ അതിന്റെ ഒരു 10% പോലും വരുന്നില്ല. അത് ആ ഫിലിമൊക്കെ ഇറങ്ങിയതുകൊണ്ടായിരിക്കാം. പടം പിന്നെ BGM പലയിടത്തും വളരെ ലോ ആയിരുന്നു, ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ളായിരുന്നു. ക്ലൈമാക്സ് സീനിലൊക്കെ BGM കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് സോങ് ഇഷ്ടപ്പെട്ടു. അപ്പം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പടം ഒരു ആവറേജ് ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് വൺ ടൈം വാച്ചബിൾ ആണ്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. ബൈ.